കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള 300 പേരടങ്ങുന്ന 2 സംഘങ്ങളായാണ് ആദ്യ ദിവസം ഹാജിമാർ മക്കയിലെത്തുക. രാവിലെ 9 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ആദ്യ വിമാനം വൈകിട്ട് 3 മണിയോടെ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരും. വിമാനത്താവളത്തിൽ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും ഹജ്ജ് വെൽഫെയർ ഫോറം പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കും. ജിദ്ദയിൽ നിന്ന് ബസ് മാർഗമാണ് ഹാജിമാർ മക്കയിലെത്തുക. മക്കയിലെത്തിയ ഉടനെ ഉംറ നിർവഹിക്കും. ഇവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഹറം ടാസ്ക് ഫോഴ്സ് കോർഡിനേറ്റർ ബി അബ്ദുൽ നാസർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇവിടെയുള്ള വരാനുള്ള മദീനയിൽ നിന്നാണെങ്കിലും ജിദ്ദയിൽ നിന്നാണെങ്കിലും വരാനുള്ള ആൾക്കാർക്കുള്ള എല്ലാ കെട്ടിടങ്ങളും പൂർണ്ണമായിട്ട് നോംസ് അനുസരിച്ചിട്ട് സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരിക, അവരെ സ്വീകരിക്കാൻ. ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഹറമിന്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. അസീസിയ കാറ്റഗറിയിലുള്ളവർക്ക് അസീസിയയിലും. ഹജ്ജിനു ശേഷമാണ് ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കേരളത്തിൽ നിന്ന് വന്ന ഹാജിമാർ മദീന സന്ദർശിക്കുക. നാട്ടിലേക്കുള്ള മടക്കം മദീന എയർപോർട്ട് വഴിയും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 55,000 ഹാജിമാർ പുണ്യഭൂമിയിലെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളാണ് മക്കയിലും മദീനയിലും ഹാജിമാർക്കായി ഒരുക്കിയിരിക്കുന്നത്. റബീഹ് മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ.